ആനിയമ്മയാ, രണ്ടുപേരും ഉണ്ട്. അയാൾക്ക് ബന്ധം വേണ്ടെന്ന്. വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് മതിയായി. ഞാൻ തന്നെ ഇവിടെ കൊണ്ട് നേപ്പിക്കണമല്ലോ. തനിയെ വിട്ട വഴി കാണുന്ന വല്ലവനും കൂടെ പോയെങ്കിലോ? പിന്നെ അതിന് ഞാൻ സമാധാനം പറയണമല്ലോ. ഇനി ഇവിടെ തന്നെ നിന്നോട്ടെ, എനിക്ക് മതിയായി. ആൻഡ്രൂസ് അകത്തുവാ. ഈ വീട്ടിൽ ഇനിയും ഞാൻ കാലുകുത്തൂല്ല. വേണ്ടതെല്ലാം തീരുമാനം ഉറപ്പിച്ചിട്ടുണ്ട്. ആൻഡ്രൂസേ, അറിയാ എന്താ അളിയത്? അങ്ങനെ അങ്ങ് പോയാലോ? ഇങ്ങോട്ട് വന്നേ, കയറി ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവാം. വന്നേ അളിയ, ഇങ്ങോട്ട് വരാൻ വന്നേ. വാളിയാ, ഇപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടാ ഇങ്ങനെ തീരുമാനം? ഒന്നുകിൽ ഇവിടെ എനിക്ക് വിഷം തന്നു കൊല്ലും, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും കാവുകമാരനെ കൊല്ലും. രണ്ടിലും നടക്കുന്നതിന് മുമ്പ് പിരിഞ്ഞേക്കാന്ന് കരുതി. നിന്റെ സ്വഭാവമാ. എന്താ കാര്യം എന്ന് പറ. ഞാനില്ലാത്തപ്പോ എന്റെ കിടക്കറയിൽ ഉറങ്ങുന്നത് വേറെ ആണുങ്ങളാ. എന്റെ തെളിവുകളുണ്ട്, അത് ഞാൻ കോടതി ഹാജരാക്കും. ഇതൊക്കെ ഇവിടെ നീ ഉറച്ചു വിളിച്ചോണ്ട കാര്യമില്ല. വാ, നമുക്ക് അകത്ത് സമാധാനമായിട്ട് സംസാരിക്കാം. ഇനിയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പോകുന്നു. അങ്ങനെ അങ്ങ് വിടാൻ നോക്കൂടി. ഇതിനൊരു തീരുമാനം ഉണ്ടാകണ്ടേ? അകത്ത് വാ ആൻഡ്രൂസേ. ഇല്ല, എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട. You are all criminals and cheats, and you will never change. I made a mistake. Give me the key. കൊടുക്കണ്ടടാ. ഇത് മര്യാദയാണ് കോശയ. വിട് കോശയ. അല്ലടാ, അവന്റെ ഒരു അഹങ്കാരം. അവന് ബന്ധം വേറെ കൊടുക്കണം. അങ്ങനെ പറയുമ്പോ ഞാൻ എന്തെങ്കിലും കാരണം കാണും. ഒരു കാരണവും ഇല്ല. I made a mistake. I made a mistake. I made a mistake. അളിയൻ സമാധാനപ്പെടുക. I want to go. അളിയൻ പോണെങ്കിൽ പോയിക്കോ. നീ എന്താ നീ പറയുന്നേ? ഇഷ്ടമില്ലാത്തവരെന്താ പിടിച്ചിരുന്നത്? അവൻ പോട്ടാ. നീ ഞങ്ങളെ കോടതിയിലൊക്കെ കയറ്റാൻ പോയാലുണ്ടല്ലോ, ഞാൻ വേറെ വഴി നോക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. താക്കോൽ കൊടുക്കണ്ട. ഞാൻ എന്റെ മോക്ക് സ്ത്രീധനം കൊടുത്ത വയലുള്ളതാ. അത് ഇവിടെ കിടന്നോട്ടെ. അവൻ എങ്ങനെയാലും പോട്ടെ. ഇതൊക്കെ കുറെ കൂടുതലാ. എന്നുപോലെ അളിയനോട് നിനക്ക് ഇത്ര കൂടുതൽ സ്നേഹം? വലിയ പുണ്യാളത്തിനൊന്നും ആവണ്ട. എനിക്കറിയാം, പണ്ടേ നിനക്ക് എന്നോട് സ്നേഹമില്ലെന്ന്. ആ മതി മതി, പോകത്ത്. ആ രേവതി ഇന്നലെ ഞാൻ അന്തിച്ചന്ത വെച്ച് കണ്ടായിരുന്നു. അവൾ എന്നെ നോക്കിയ രാട്ട്. അവളെ ദേഷ്യം തീർന്നിട്ടില്ല കേട്ടോ. രാഘവ, ആ വട്ടമല എസ്റ്റേറ്റിന്റെ താഴെ താമസിക്കുന്ന നിർമ്മലയെ നിനക്കറിയാമോ? അറിയാം. ആ പെണ്ണിന്റെ കാര്യം വലിയ കഷ്ടമായി പോയി. ദേവിച്ചൻ അറിഞ്ഞായിരുന്നല്ലേ? ഞാൻ പത്രത്തിൽ വായിച്ചാ. ഞാനും പത്രം കണ്ടതാണല്ലോ. അതിൽ നിർമ്മലയെ കെട്ടാൻ പോകുന്നവനാണെന്നൊന്നും കണ്ടില്ലല്ലോ. അത് ഞാൻ വീട്ടിൽ വേലക്കാരി പറയുന്ന കേട്ടത്. ആ, അതിപ്പോ ഇവിടെ എല്ലാവരും സംസാര വിഷയമാ. ആരായാളെ കൊന്നതെന്ന് വല്ലതും അറിഞ്ഞു? ഇതുവരെ ഒരു തുമ്പം കിട്ടിയിട്ടില്ലെന്നാ കേട്ടത്. പോലീസുകാർ തിരക്കുന്നുണ്ട്. അടുത്ത തിങ്കളാഴ്ച അവരുടെ കല്യാണം നടക്കേണ്ടതായിരുന്നു. ആ തള്ളയുടെ കരച്ചിൽ ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ 1-2 തവണ അവരുടെ വീട്ടിൽ പോയിരുന്നു. തനിക്ക് അത്ര പരിചയമാണോ അവരെ? എന്റെ അമ്മയാകുന്നതിന് മുമ്പ് ആ തള്ളയുമായി വലിയ കൂട്ടായിരുന്നു. ഇതറിഞ്ഞതിന്റെ പിറ്റേന്ന് ഞാൻ വെറുതെ അവിടെ നിന്ന് പോയി. അതവർക്ക് വലിയ കാര്യമായി. ആ തള്ള കരഞ്ഞോണ്ട് പറഞ്ഞു,
ഞങ്ങൾക്ക് കാര്യമില്ല, വല്ലപ്പോഴും ഒക്കെ അതിലൊന്ന് ചെല്ലണമെന്ന്. പിന്നെ മെനഞ്ഞാന്ന് ഞാൻ അവിടെ നിന്ന് പോയി. തള്ള എപ്പോഴും കരച്ചില്ല. എന്താടാ നോക്കുന്നത്? മുമ്പ് കണ്ടിട്ടില്ലാത്ത പോലെ. കള്ളിയാ? ആര്? ചേർക്ക, നിന്നെക്കാൾ 10 വയസ്സിന് മൂത്തവളാ ഞാൻ. കുറെ കൂടുന്നുണ്ട്. പഠിച്ച കള്ളിയാ? ബേബി, ഞാൻ അച്ഛനോട് പറയുന്നുണ്ട്. ഞാനും പറയുന്നുണ്ട്. എന്തോന്ന്? എല്ലാവരോടും പറയും. എന്തോന്നാണ് നീ പറയാൻ പോകുന്നേ? ചത്തുപോയ ഉണ്ണുണ്ണിയുടെ കാര്യം എല്ലാം എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ കാലത്ത് രണ്ടുപേരും കൂടെ ഉടക്കാണോ? ഒന്നുമില്ല. എന്റെ പൊന്നു ബേബി, നീ ആരോടൊന്നും പറയണ്ട. ഉണ്ണുണ്ണിയെ കൊന്നതല്ലേ? അയ്യോ, അന്ന് രാത്രി അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഞാൻ കണ്ടതാ. ഞാൻ കൊന്നോ? നീ എന്താ കുഞ്ഞായി പറയുന്നേ? വിഷം കൊടുത്തു വന്നിട്ട് കെട്ടിത്തൂക്കിയതല്ലേ? അയ്യോ, അങ്ങനൊന്നും പറയില്ലേ കുഞ്ഞെ. എന്നെ കൊണ്ട് അതൊക്കെ പറ്റുമോ? സത്യം പറഞ്ഞാൽ ഞാൻ ചെല്ലുമ്പോ അയാൾ ചത്തു തരേ കിടക്കായിരുന്നു. പിന്നാരാ കെട്ടിത്തൂക്കിയത്? എനിക്കറിയാമോ, അയാൾക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നു, അവര് ചെയ്തതായിരിക്കും. നീ ഇതൊന്നും ആരോടും പറയാൻ പോണ്ട. ദൈവത്തെ ഓർത്ത് വേണ്ട കുഞ്ഞെ, ഞാൻ നിന്റെ കാല് പിടിക്കാം.